ഹന്ന പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹൃദയം പകർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് മീതെയുള്ള ദൈവപുരുഷന്റെ അനുഗ്രഹത്തിനകത്ത്, അങ്ങാരോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് മീതെയുള്ള ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തിനകത്ത്, നിങ്ങൾക്ക് മീതെയുള്ളവരുടെ ബ്ലസ്സിങ്ങിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. 16-ാമത്തെ വാക്യം ഒന്ന് നോക്കി. ഏലി പറഞ്ഞത്, അടിയനെ ഒരു നീച സ്ത്രീയായി വിചാരിക്കരുത്, അടിയൻ സങ്കടത്തിന്റെയും വ്യസനത്തിന്റെയും ആധിക്യം കൊണ്ടാകുന്നു സംസാരിച്ചത്. 17-ാം വാക്യം. അതിന് ഏലി പറയുക, ഏലി ഒരു മീതെയുള്ള ദൈവമനുഷ്യന്റെ ബ്ലസ്സിംഗ് ആണ്. അതിന് ഏലി സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ. എത്ര വർഷമായി തുടങ്ങിയ പ്രാർത്ഥനയാ? എത്ര വർഷമായി തുടങ്ങിയ പ്രാർത്ഥനയാ? നീണ്ട വർഷങ്ങളായുള്ള പ്രാർത്ഥനയാ. ഇന്നലെ തുടങ്ങിയ പ്രാർത്ഥനയല്ല. പക്ഷെ ഒരു ദിവസം അവളുടെ മീതെയുള്ള ദൈവദാസൻ, അവളുടെ പുരോഹിതൻ, അല്ലെ അവളുടെ പാസ്റ്റർ, അവളുടെ ദൈവദാസൻ അവളെ നോക്കിയിട്ട് പറഞ്ഞു, നീ കഴിച്ച നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരട്ടെ എന്ന് പറഞ്ഞു. ഇനി 18-19 വാക്യം നോക്കിയേ. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് സ്ത്രീ തന്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയില്ല. That is a blessing. 19-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അനന്തരം അവർ അതികാലത്തെഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം രാമയിൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ എൽക്കാന തന്റെ ഭാര്യയായ അന്നെ പരിഹരിച്ചു, യഹോവ അവളെ ഓർത്തു എന്ന ഏലിയുടെ ഒരു ബ്ലസ്സിംഗ് ഹന്നയുടെ മേളിൽ വീണോ, അന്നു മുതൽ സാഹചര്യം മാറി. ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, എൻ്റെ മീതെയുള്ള എൻ്റെ പുരോഹിതന്റെ, എൻ്റെ മീതെയുള്ള എൻ്റെ പാസ്റ്ററിന്റെ, നിങ്ങൾ ഏത് സഭയിലും മക്കളെ, നിന്റെ മീതെയുള്ള ദൈവദാസന്റെ അനുഗ്രഹം, അത് ദൈവത്താൽ ഒരധികാരവും ഇല്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ സ്ഥാപിതമായിരിക്കുന്നു എന്ന് റോമർ 13 എഴുതിയിരിക്കുന്നത് പോലെ നിന്റെ മീതെയുള്ള കർത്തൃദാസന്റെ, നിന്റെ മീതെയുള്ള നിന്റെ അപ്പന്റെ, നിന്റെ അമ്മയുടെ, നിന്റെ അധ്യാപകന്റെ ബ്ലസ്സിംഗ് നിന്റെ മുഖത്തിന്റെ വാട്ടത്തെ മാറ്റുന്നതായി.